ലാമീസ് തിയറം പ്രോബ്ലം ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ആൻ ഇലക്ട്രിക് ലൈറ്റ് ഫിക്സർ വെയിങ് 150 ന്യൂട്ടൺ ഹാങ്സ് ഫ്രം എ പോയിന്റ് സി ബൈ 2 സ്റ്റേ വയേഴ്സ് എ സി ആൻഡ് ബി സി ആസ് ഷോൺ ഇൻ ഫിഗർ. Determine the tensions in the stay wires AC and BC using Lami's theorem. ഇതാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. ഒരു ഇലക്ട്രിക് ലൈറ്റ് ഫിക്സർ ആണ്, ഒരു ലൈറ്റ് ആണ് ഈ കാണിച്ചേക്കുന്നത്. അതിൻ്റെ വെയിറ്റ് 150 ന്യൂട്ടൺ ആണ്. അത് ഹാങ് ചെയ്തേക്കുക, തൂങ്ങിക്കിടക്കുകയാണ്. എവിടുന്ന്? ഫ്രം എ പോയിന്റ് സി. സി എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്ന് 150 കിലോ ന്യൂട്ടൺ ഒരു ലൈറ്റ് ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. രണ്ട് സ്റ്റേ വയേഴ്സിന്, രണ്ട് വള്ളിയിലാണ് അത്. എ സിയും ബി സിയും നമുക്ക് ഫിഗറിൽ കാണാവുന്നതാണ്. നമ്മളടുത്ത് പറഞ്ഞേക്കുന്നത് എ സിയുടെയും ബി സിയുടെയും ഈ രണ്ട് സ്റ്റേ വയേഴ്സിലുള്ള ടെൻഷൻ ലാമീസ് തിയറം യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ, ടെൻഷൻ ഫോഴ്സസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, നമുക്ക് ലാമീസ് തിയറം വെച്ചിട്ടാണ് ഇതിൻ്റെ സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ സൊല്യൂഷൻ എന്താ? യൂസിങ് ലാമീസ് തിയറം. തിയറം എന്താ പറയുന്നത്? തിയറം നമ്മൾ നേരത്തെ നോക്കിയതാണ്. ലാമീസ് തിയറം പറയുന്നത് ഇങ്ങനെയാണ്: ഒരു പോയിന്റിൽ ഫോഴ്സസ് ആക്ട് ചെയ്യും. 3 ഫോഴ്സസ് ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുകയാണ്. ആ ഒരു പ്ലെയിനിൽ ഒരു പോയിന്റിൽ കൺകറന്റ് ആണ്, ഒരു പ്ലെയിൻ ആണ്, ഒരു കൺകറന്റ് ആണ്. ആ ഒരു പോയിന്റിൽ 3 ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈച്ച് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ സൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ അതർ 2 ഫോഴ്സസ് എന്നാണ് നമ്മൾ നേരത്തെ നോക്കിയത്, ലാമീസ് തിയറം. സോ നമുക്കിനി ഒന്ന് നോക്കാം. നമ്മളുടെ സ്റ്റേ വയേഴ്സ് ഇതാണ്, ദിസ് ഇസ് സി. ഇവിടുന്ന് നമുക്ക് 150 ന്യൂട്ടൺ ഉണ്ട്. ഇതിൽ ഈ സ്റ്റേ വയേഴ്സിൽ ടെൻഷനാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്, ടെൻഷൻ. സോ നമുക്ക് ടി എന്ന് ഡിനോട്ട് ചെയ്യാം. ഇത് എ സി ആണ്, ടി എ സി. ഇവിടെയും ടെൻഷനാണ്, ടി ബി സി. ക്ലിയർ അല്ലേ? ഈ പോയിന്റ് ആണ് നമുക്ക് സി എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് എന്താ ക്വസ്റ്റ്യന്, നമുക്ക് ഇത് മേക്ക് ചെയ്തേക്കുന്ന ആംഗിൾ 60 ആണ്, ഇത് മേക്ക് ചെയ്തേക്കുന്ന ആംഗിൾ 45 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. സോ നമുക്ക് ഈ ആംഗിൾ കിട്ടണം. ഞാനത് ചെറുതായിട്ട് ഇവിടെ നിന്ന് വരയ്ക്കാം. ഇതാണ്, ഇവിടെ ആംഗിൾ 60 ആണ്, അതായത് ഇത് 90 ഡിഗ്രി ആണല്ലോ. അപ്പോൾ റിമൈനിങ് ദിസ് ഈസ് 30. അപ്പോൾ ഇതെന്താ? ഇത് 30 ആണെങ്കിൽ ദിസ് ഈസ് 60. അപ്പം ഇതെന്താ? 30. ക്ലിയർ ആണോ? ഒന്നുകൂടി ഞാൻ വരയ്ക്കാമേ. ഈ ഒരു ആംഗിൾ നമുക്ക് നോക്കാം. സോ ദിസ്, ഇതാണ് നമുക്ക് 60 തന്നിരിക്കുന്നത്. ഇത് 60 തന്നിരിക്കുകയാണ് എങ്കിൽ ഇത് 90 ആണല്ലോ. അപ്പോൾ റിമൈനിങ് ദിസ് ഈസ് 30. അപ്പോൾ ഇതെന്തായിരിക്കും? ഇത് 30 ആണെങ്കിൽ ഇത് 60 ആയിരിക്കും. ഇത് 60 ആണെങ്കിൽ ഇതെന്താ? 30 ആയിരിക്കും. അപ്പോൾ അത് ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ഈ സൈഡ് നോക്കാം. ഇത് നമുക്ക് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട് 45 ആണെങ്കിൽ റിമൈനിങ് ദിസ് ഈസ് 45 ആയിരിക്കുമല്ലോ. ഇതും 45 ആയിരിക്കും, ഇതും 45 ആയിരിക്കും. ക്ലിയർ അല്ലേ? 90 ഇടുന്നത്. ഇനി നമുക്ക് എന്താ? ഓക്കെ, ഇനി നമുക്ക് ഇത് നോക്കാം. ഇവിടെ നമുക്ക് ഇത് 60 ആണ്, ദിസ് ഈസ് 60. ഇത് നമ്മൾക്ക് 30 ആണ് കിട്ടിയത്. ഇത് നമ്മൾക്ക് 45 ആണ് കിട്ടിയത്. ഇത് നമ്മൾക്ക് 45 ആണ്. ദിസ് ഈസ് ക്ലിയർ 90 ഡിഗ്രി, ദിസ് ഈസ് ക്ലിയർ 90 ഡിഗ്രി. അപ്പം നമുക്കിപ്പോൾ ആംഗിൾ ഓക്കെ ആയിട്ടുണ്ട്. സോ അങ്ങനെയാണ് എങ്കിൽ ഈ ആംഗിൾ എത്രയാണ് വരുന്നത്? ദിസ് ആംഗിൾ ആൻഡ് ദിസ് ആംഗിൾ. ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ? 90 + 60. 90 + 60 150. ഇത് 30 + 45. 30 + 45 75 അല്ലേ? അതെ. ഇത് 90 + 45. 90 + 45 എന്ന് പറയുമ്പം 135. ഓക്കെ അല്ലേ? അതെ. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ഇനി ലാമീസ് തിയറം അപ്ലൈ ചെയ്താൽ മതി. ലാമീസ് തിയറം അപ്ലൈ എന്താ? ഈച്ച് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ സൈൻ ഓഫ് ദ അതർ 2 ഫോഴ്സസ്. ഇപ്പം ഇതിന് ഓപ്പോസിറ്റ് ഇത്. ടി ബി സിക്ക് ഓപ്പോസിറ്റ് ആംഗിൾ 150, ടി എ സിക്ക് ഓപ്പോസിറ്റ് ആംഗിൾ 135. 150ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ വരുന്നത് 75. ഓക്കെ, ക്ലിയർ. അങ്ങനെയാണ് എങ്കിൽ 150 ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് 75 ഡിഗ്രി ഈസ് ഈക്വൽ ടു ദെൻ ടി ബി സി ഡിവൈഡഡ് ബൈ, ടി ബി സിക്ക് ഓപ്പോസിറ്റ് എന്താ? സൈൻ ഓഫ് 150 ഈസ് ഈക്വൽ ടു ദെൻ ടി എ സി ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് 135 ഡിഗ്രി.
ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും. ഇത് രണ്ടും കൂടെ നമുക്ക് എടുക്കാം. ഇത് രണ്ടും കൂടെ നമുക്ക് ഫസ്റ്റ് ക്ലിയർ ചെയ്യാം. 150 ഡിവൈഡഡ് ബൈ സൈൻ 75 ഈക്വൽ ടു TBC ഡിവൈഡഡ് ബൈ സൈൻ 150. ഓക്കെ, ഇതിനകത്തുനിന്ന് നമുക്ക് TBC ഫൈൻഡ് ഔട്ട് ചെയ്യണം. TBC therefore TBC is equal to ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 150 ഇൻറ്റു സൈൻ 150 ഡിവൈഡഡ് ബൈ സൈൻ 75. ഓക്കെ അല്ലേ? ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താട്ടെ. നമുക്ക് കിട്ടുന്നത് 77.65 ന്യൂട്ടൺ ആണ്. ഓക്കെ അല്ലേ? യെസ്. അടുത്ത നമുക്കൊന്ന് നോക്കാം. ഇനി നമുക്ക് ഇതും ഇതുകൂടെ നോക്കാം. 150 ഡിവൈഡഡ് ബൈ സൈൻ 75 ഈക്വൽ ടു ദിസ് വൺ TAC ഡിവൈഡഡ് ബൈ സൈൻ 35. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 150 ഇൻറ്റു സൈൻ 135 ഈക്വൽ ടു TAC ഇൻറ്റു സൈൻ 75. ഇതിനകത്തുനിന്ന് നമുക്ക് TAC ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. TAC is equal to 150 into sin 135 divided by sin 75. എത്ര കിട്ടും നോക്കിക്കേ. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ഇത് ഡിവൈഡ് ചെയ്യാം. 109.81 ന്യൂട്ടൺ. ക്ലിയർ? അപ്പോൾ നമുക്ക് ടെൻഷൻ ഇൻ BCയും കിട്ടി, ടെൻഷൻ ഇൻ ACയും കിട്ടി. ഓക്കെ.